കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഫാമിലി ടൂറിലായിരുന്നു കേട്ടോ. 1-2 സ്ഥലങ്ങളൊക്കെ ഓൾറെഡി വിസിറ്റ് ചെയ്തു. ഫൈനലി ഇപ്പോൾ വന്നെത്തി നിൽക്കുന്നത് ആലപ്പുഴ ഹൗസ് ബോട്ടിലാണ്. ഞാൻ ഇതിൻ്റെ അകത്ത് കയറുന്നത് ഇതാദ്യമായിട്ടാണ് കേട്ടോ, എസ്പെഷ്യലി ആലപ്പുഴ ഹൗസ് ബോട്ടിൽ. എൻ്റെ നാട്ടിൽ ചെറിയ ഹൗസ് ബോട്ട് ഉണ്ട്, ഡേ ടൂർ പോലെ റൺ ചെയ്യുന്നതാണ്, അതിൽ ഞാൻ കയറിയിട്ടുണ്ട്. പക്ഷേ അത് എനിക്ക് അത്ര ഇമ്പ്രസീവായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. എനിവേയ്സ്, ഇവിടെ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് സിൽവർ വേവ്സ് ലക്ഷറി ഹൗസ് ബോട്ടാണ് കേട്ടോ. ഫുൾ ഓൺ എയർ കണ്ടീഷൻഡ് ആണ്. മാത്രമല്ല ഈ നമ്മൾ കയറിയിരിക്കുന്ന ഈ ഹൗസ് ബോട്ട് ന്യൂ ആണ്. ആക്ച്വലി 2 months എങ്ങാനും ആയിട്ടുള്ളൂ അവർ പുറത്തിറങ്ങിയിട്ട്. എനിവേയ്സ്, അകത്ത് കയറുമ്പോൾ ഇതുപോലൊരു വലിയൊരു ഹോളാണ് കേട്ടോ. ഒരു കോർണറിൽ ചെരുപ്പൊക്കെ അഴിച്ചിട്ട് വേണം നമ്മൾ അകത്ത് കയറാൻ, കാരണം അകത്ത് അങ്ങനെ വൃത്തികേടാക്കുന്നത് ശരിയല്ലല്ലോ. അകത്ത് കയറിയ ഉടനെ തന്നെ നമുക്ക് അവർ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ വെൽക്കം ചെയ്തത്. ഓക്കെ, ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ആ ഹാളിൽ ഒന്ന് സെറ്റിലായിട്ടോ. കുറച്ച് നേരം നമ്മളെല്ലാവരും ഈ ഹാളിൽ ഇരിക്കുകയായിരുന്നു. ഈ ഹൗസ് ബോട്ട് ഒരു 5 bedroom ഹൗസ് ബോട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ അകത്ത് കയറുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് ഓരോ ബെഡ്റൂംസും കാണിച്ചു തരാം. 5 bedroom വിത്ത് അറ്റാച്ച്ഡ് വാഷ്റൂം ആണ്. ഫുൾ ഓൺ എയർ കണ്ടീഷൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ആലപ്പുഴ നല്ല ചൂടുണ്ടെങ്കിലും ഈ ഹൗസ് ബോട്ടിൻ്റെ അകത്ത് നല്ല തണുപ്പായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു മുഷിച്ചിലോ ഒരു വല്ലായ്മയോ ഒന്നും തന്നെ ഫീൽ ചെയ്തില്ല. ഇതാണ് കേട്ടോ 1ാമത്തെ ബെഡ്റൂം. നല്ല അടിപൊളി, അവരുടെ പേര് പോലെ തന്നെ ലക്ഷറി ഫീലുള്ള ഒരു ഹൗസ് ബോട്ടും ബെഡ്റൂംസും ഒക്കെ ആയിരുന്നു. ഇൻറ്റീരിയേഴ്സൊക്കെ നല്ല കിടുമാസാണ്. വാഷ്റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. മാത്രമല്ല ഹൗസ് ബോട്ട് ഉള്ളത് പുഴയിലായതുകൊണ്ട് അങ്ങനെ ചളിയുടെ സ്മെല്ലോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല അടിപൊളി സ്മെല്ലൊക്കെ ആയിരുന്നു അതിൻ്റെ അകത്ത്. ഇതാണ് 2nd bedroom. എവ്രി ബെഡ്റൂംസിൻ്റെ ഇൻറ്റീരിയർ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു മുഷിച്ചിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. കണ്ടത് തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു സ്ഥലത്തിരുന്ന് ബോറടിക്കുമ്പം നമുക്ക് മറ്റേ റൂമിൽ പോവാം. അപ്പോൾ അവിടെ ഡിഫറെൻ്റ് ഒരു ഫീല് നമുക്ക് കിട്ടും. മാത്രമല്ല ഇടയ്ക്ക് ഇതുപോലെ സൈഡിൽ നമുക്ക് ഐസ്ക്രീം ഒക്കെ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നു കേട്ടോ. ഇവരിങ്ങനെ വരുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കാശ്മീരിൽ മുമ്പ് പോയപ്പോൾ അവിടെ ദാൽ ലേക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഷിക്കാരയിൽ ഇതുപോലെ നമ്മുടെ അടുത്തേക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വിൽക്കാൻ വരുമായിരുന്നു. അങ്ങനെ ഒരു ഫീല് കിട്ടി. എന്തായാലും ഐസ്ക്രീം ഒക്കെ നമ്മൾ മേടിച്ചു. എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് കഴിക്കുന്നതൊക്കെ ഒരു ഡിഫറെൻറ്റ് ഫീലല്ലേ. മാത്രമല്ല നമ്മുടെ നാട്ടിൽ നിന്ന് ഷോപ്പിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും എത്രയോ പ്രൈസ് കൂടുതലാണ് കേട്ടോ ഈ വാങ്ങിയിരിക്കുന്ന ഐസ്ക്രീമിന്. അതൊന്നും വലിയ പ്രശ്നമില്ല. ഇതൊക്കെയല്ലേ ടൂറിലെ സന്തോഷം അല്ലേ. ഇനി ബോട്ടിനെ കുറിച്ചിട്ട് വിശദമായി പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളിരിക്കുന്നത് 5 bedroom ഹൗസ് ബോട്ടിലാണ്. പക്ഷെ ആലപ്പുഴയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ടൈപ്പ് ഓഫ് ഹൗസ് ബോട്ട് കിട്ടും കേട്ടോ. ഇതാണ് 3rd bedroom. ഓക്കെ, അപ്പോൾ ആലപ്പുഴയിൽ 1 bedroom തൊട്ട് 13 bedroom വരെയുള്ള ഹൗസ് ബോട്ട് അവൈലബിൾ ആണ്. നമ്മളെടുത്ത ഈ 5 bedroom ഹൗസ് ബോട്ടിന് 69,000 ആണ് കേട്ടോ നമ്മൾ പേ ചെയ്തത്. അങ്ങനെ താഴത്തെ ഫ്ലോർ മുഴുവൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ. 3 bedrooms വിത്ത് അറ്റാച്ച്ഡ് വാഷ്റൂം, പിന്നെ ഹാളാണ് താഴത്തെ ഫ്ലോറിലുള്ളത്. അപ്പോഴേക്കും അവർ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് കുറച്ച് നേരം ഹാളിൽ സ്പെൻഡ് ചെയ്തു. പിന്നെ ഹാൻഡ് വാഷ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മുകളിലത്തെ ഫ്ലോറിലേക്ക് പോവാണ് കേട്ടോ. സ്റ്റെയർ കേസ് കയറിയ ഉടനെ നമുക്ക് ഒരു സൈഡിലായിട്ട് ഡൈനിങ് ഏരിയ ആണ് കാണാൻ പറ്റുന്നത്. അവിടെ തന്നെ ഹാൻഡ് വാഷ് ചെയ്യാനുള്ള ഒരു സ്പെസിഫിക് ഒരു ഏരിയയും അതിൻ്റെ ഒരു കോർണറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഭാഗത്തായിട്ട് ബോട്ടിൻ്റെ ഫ്രണ്ട് പോർഷനായിട്ട് വരും ഒരു ചെറിയൊരു ബാൽക്കണി ഉണ്ട്. പിന്നെ മറ്റേ സൈഡിലായിട്ടാണ് നമുക്ക് 2 bedrooms വിത്ത് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നത് കേട്ടോ. താഴത്തെ പോലെ തന്നെയുള്ള 2 bedrooms ആണ് ഇവിടെയും മുകളിലും കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇൻറ്റീരിയർ എനിക്ക് തോന്നുന്നു താഴത്തതാണ് കുറച്ചുകൂടെ നന്നായിട്ട് അവർ ചെയ്തതെന്ന്. ഈ ബെഡ്റൂമിലാണ് കേട്ടോ ഞാൻ കിടന്നുറങ്ങിയത്. ഞാൻ പറഞ്ഞതുപോലെ ഇൻറ്റീരിയർ ഡിഫറെൻ്റ് ആണ്. എവറി റൂമിന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻറ്റീരിയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് ഗ്രാൻഡായിട്ട് താഴെ ചെയ്തതുപോലെ ഫീൽ ചെയ്തു കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഹൗസ് ബോട്ട്സിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ഹൗസ് ബോട്ടാണോ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് പ്രൈസും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ആലപ്പി ഹൗസ് ബോട്ട് ആക്ച്വലി 10,000 തൊട്ട് തന്നെ അതിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ 1 bedroom ഒക്കെ ഉള്ളതാണ് എടുക്കുന്നതെങ്കിൽ 10,000 തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് ഫൈനൽ 5th bedroom വിത്ത് വാഷ്റൂം. ഓക്കെ, അപ്പം ഇതിൻ്റെയും ഇൻറ്റീരിയർ ഡിഫറെൻ്റ് ആണ്.
ഓക്കെ, അപ്പോൾ നിങ്ങൾ 13 ബെഡ്റൂംസ് ഉള്ളതാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് തന്നെ റേറ്റ് വരും. പക്ഷെ നിങ്ങൾ ഈ ചൂസ് ചെയ്യുന്ന പാക്കേജിൽ തന്നെ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അതിനിടയിലുള്ള ഈ ഫ്രൂട്ട്സ്, ഈവനിങ് സ്നാക്സ് വിത്ത് ടീ എല്ലാം ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. മാത്രമല്ല ഫുഡിനൊന്നും ഒരു കുറവും അവർ വരുത്തിയില്ല. ഇതാണ് നമ്മുടെ ലഞ്ച്. ഓക്കെ, ഇതെല്ലാം ആ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. ഫിഷ് കറി ഉണ്ട്, സാമ്പാറുണ്ട്, തോരൻ ഉണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്, പപ്പടം ഉണ്ട്, പുളിശ്ശേരി, എരിശ്ശേരി, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയും ആയിരുന്നു ഭക്ഷണം. ഇടയ്ക്കിടയ്ക്ക് അവർ വന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വേണോ, എന്തെങ്കിലുമൊക്കെ കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടേയിരുന്നു. മിനറൽ വാട്ടർ ആയാലും നമുക്ക് അൺലിമിറ്റഡ് സപ്ലൈ ആയിരുന്നു. ഫുഡിൻ്റെ കൂടെ പായസം കൂടെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നിനും ഒരു കുറവുമില്ല. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുട്ടികളുടെ ഡാൻസ് സെക്ഷൻ ആയിരുന്നു. അവർ ഹൈ വോള്യത്തിൽ മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്ത് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടിരിക്കുമ്പോഴേക്കും വൈകുന്നേരം ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല പഴം പൊരിയും ഗോബി മഞ്ചൂരിയും പിന്നെ ചിക്കൻ ചില്ലി ആക്ച്വലി നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. ആക്ച്വലി ചിക്കൻ നമുക്ക് ഡിന്നറിൻ്റെ കൂടെ അവർ ആ പാക്കേജിൽ തരേണ്ടതാണ്. പക്ഷെ ആലപ്പുഴ വന്നു കഴിഞ്ഞാൽ ഫിഷ് കഴിക്കാതെ എങ്ങനെ ശരിയാവും? അപ്പം നമ്മൾ വിചാരിച്ചു ഫിഷ് നമുക്ക് വേറെ വാങ്ങാം, അപ്പോൾ രാത്രിയത്തെ ചിക്കൻ നമ്മൾ ചായയുടെ കൂടെ തന്നോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ തന്നെ പൈസ സ്പെൻഡ് ചെയ്തിട്ട് വേറെ ഫിഷ് മാർക്കറ്റിലേക്ക് ബോട്ട് കൊണ്ടുപോയി അവിടുന്ന് ഫിഷ് വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്തത് രാത്രി ഡിന്നറിന് വേണ്ടിയിട്ട്. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോസും റീൽസും ഒക്കെ എടുത്തു. മുകളിലത്തെ ഫ്ലോറിൽ പോയി നിന്നപ്പോൾ ഇതുപോലെ കായക്കിങ് സംഭവങ്ങളൊക്കെ സൈഡിൽ നടക്കുന്നുണ്ട്. അതേപോലെ കുറേ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ബോട്ടിനെ നമുക്ക് കാണാൻ പറ്റി. 3 ടൈമിങ്ങിലാണ് കേട്ടോ ഇവിടെ ബോട്ട് റൺ ചെയ്യുന്നത്. 9 to 5, പിന്നെ 6 to 9, പിന്നെ 12 to നെക്സ്റ്റ് ഡേ 9. നമ്മൾ ചൂസ് ചെയ്തത് 12 to നെക്സ്റ്റ് ഡേ 9 വരെയുള്ള ബോട്ടിംഗ് ആണ്. അതാണ് കുറച്ചുകൂടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുക. ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും പെട്ടെന്ന് രാത്രി അങ്ങോട്ട് ആയിപ്പോയി. സമയം പോയതേ അറിഞ്ഞില്ല സത്യം പറഞ്ഞ. ഇതാണ് നമ്മുടെ ഡിന്നർ. ഈ കാണുന്ന ഫിഷ് ഐറ്റംസ് ആക്ച്വലി ഫിഷ് മാർക്കറ്റിൽ നിർത്തിയപ്പോൾ നമ്മൾ 2 ടൈപ്പ് ഓഫ് ഫിഷ് ആണ് കേട്ടോ അവിടുന്ന് വാങ്ങിയത്. പക്ഷെ നല്ല മുട്ടം പണി കിട്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് 1000 രൂപക്ക് കിട്ടണ ഫിഷിന് ഇവിടെ ഓൾമോസ്റ്റ് ഒരു 5000 ഒക്കെ വേണ്ടി വന്നു. അപ്പം നമ്മൾ വാങ്ങിച്ച ഫിഷ് എല്ലാം കൂടെ 9000 ആയിട്ടോ. അതൊരു നല്ല ഒരു ഡിസിഷൻ ആയിരുന്നില്ല എന്ന് ഫീൽ ചെയ്തു. അങ്ങനെ സുഖമായി രാത്രി കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റു. രാവിലെ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇഡ്ലിയും ദോശയും ആയിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. ഇതുവരെ കഴിച്ച എല്ലാ ഫുഡും നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്, ആ രാത്രി ഡിന്നറിന് കഴിച്ച ഫിഷ് ഐറ്റംസ് ഒഴികെ. ഇത്രയൊക്കെയാണ് ആലപ്പി ഹൗസ് ബോട്ടിലെ കാര്യങ്ങൾ. എനിക്ക് എന്തായാലും ഇവിടെ ഒരുപാട് ഇഷ്ടമായി. ഞാൻ എല്ലാവർക്കും ഹൈലി സജസ്റ്റ് ചെയ്യുന്നു.